ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നല്ല മഴയൊക്കെയാണ്. അപ്പോൾ ഞാനും ഫാമിലി ആയിട്ട് ഞങ്ങൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ വേണ്ടി പോണേണ്. അപ്പോൾ എന്താണ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയാട്ടോ. റിവ്യൂ എന്ന് പറയാൻ വലുതായിട്ടൊന്നും പറയൂല, അതിൻ്റെ ഇഷ്ടമായോ ഇഷ്ടമല്ലേ എന്നുള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പടം കണ്ടിട്ട് റിവ്യൂ പറയാം. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ്. എന്താണ് ഞങ്ങളപ്പോൾ തിയേറ്റർ അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി തിയേറ്ററിലെത്തിയിട്ട് ഞങ്ങളുടെ തിയേറ്ററാണ്, ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററാണ് ഇത്. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ട് ഞങ്ങളുടെ പുതിയ തിയേറ്റർ ഏതാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഇനി ഞങ്ങൾക്ക് വേറൊരു തിയേറ്റർ ഉണ്ട് ഇവിടെ, അത് EVM ആണ്. അത് ഇപ്പോൾ പൊളിച്ച് പണിതുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് ഒരു 2-3 തിയേറ്ററായിട്ട് വരാനായിട്ടുള്ള പ്ലാനാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇനി അത് ഈ വർഷം തന്നെ ഉണ്ടാകുമായിരിക്കാം. അപ്പോൾ ഇനി തിയേറ്റർ എത്തിയിട്ട് തിയേറ്ററിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ തിയേറ്റർ. ഓക്കെ, തിയേറ്റർ അങ്ങനെ എത്തിയിരിക്കുന്നു. പാർക്കിംഗ് ഏരിയ ഇതാണ് ഞങ്ങളുടെ തിയേറ്റർ. പാർക്കിംഗ് ഏരിയ കൊണ്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് പറയുക, ഞങ്ങളിപ്പോൾ സ്പൈഡർമാൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ തിയേറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് മേടിച്ചു, കോഫി മേടിച്ചു. ലൂക്ക പിടിച്ചോളൂ. അല്ലെങ്കിൽ കോഫി വാങ്ങാൻ പോണോ? 40. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ വലിയ ഒരു ക്രൗഡില്ല. തണുപ്പത്ത് ചായ കുടിക്കാൻ എന്ത് രസമാണ്. ഞങ്ങളുടെ ഇവിടെ കോഫി അകത്തേക്ക് കയറ്റില്ല. ഇത് കൊച്ചി തന്നെ ഉള്ളൊരിതാണ്, G സിനിമാസ് എന്ന് പറയും. ഞങ്ങളുടെ ഇത് അകത്തോട്ട് കയറ്റില്ല. എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ കോഫി അകത്തേക്ക് കയറ്റാറില്ല. സ്നാക്സ് കുഴപ്പമില്ല, കോഫി അകത്തേക്ക് കയറ്റാറില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കാണിക്കേണ്ട കുറച്ച് പേര് പോകുന്നുണ്ട്. ഞാൻ ചെന്നാലും അവരെ കയറ്റി വിടുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും 3D ആണ് എടുത്തേക്കുന്നത്. ടിക്കറ്റ് എടുക്കണേ അവിടെ ഷോ ഓക്കെ. ഗ്ലാസ് എവിടെ കിട്ടും? അവിടെ അങ്ങനെ 3D ഗ്ലാസ് വാങ്ങാനുണ്ട്. അങ്ങനെ ഞങ്ങൾ 3D കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ സ്പൈഡർമാൻ ഇവിടെ മാത്രമല്ലേ ഉള്ളത് അല്ലേ? ഓക്കെ, അങ്ങനെ ഗ്ലാസ് കിട്ടി. ഗ്ലാസ് ഇതാണ് ഞങ്ങളുടെ 3D ഗ്ലാസ്. മാൻ ദിസ് ഒടിഞ്ഞ്. ഹലോ, ഇത് ഒടിഞ്ഞു പോയി. ഒടിഞ്ഞിരിക്കണേ. ഭാഗ്യം, എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒടിഞ്ഞു പോയി ഗൈസ്. അങ്ങനെ രണ്ടാമത്തെ വന്നു. അയ്യാ ഇത്
ഇവിടെ അല്ല, അപ്പുറത്താണ്. They were far stronger than all of us put together, and they died. സീറ്റ് നമ്പർ നോക്കി. They died facing enemies and threats. F19 2021. Everything that they sacrificed will be for nothing. യെസ്, Do not stand together. അങ്ങനെ ഞങ്ങൾ സീറ്റ് ഇട്ടിരിക്കുകയാണ്. ഇതിനപ്പുറത്ത് Hide your petty squabbles. There's you and nothing except this. വേണ്ട, എനിക്ക് അമ്മയോട് കൂടി പോടാ. ഇല്ലില്ല, മര്യാദഗിരി വേണ്ട, നീ അവിടെ ഇരുന്നേ. Mark my words. നീ പോയി ചെയ്ത്. ഓക്കേ, ഇവിടെ പോലെ ഒരുപാട് step ചെയ്ത്. It's not possible. ഞങ്ങളെല്ലാവരും ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോ ഇനി പടത്തിന്റെ ഇത് കണ്ടിട്ട് വിളിക്കാം. New Spider-Man sighting. Location unknown. Location unknown. Location unknown. Location unknown. Location unknown. എല്ലാവരും 3D തന്നെ കാണാൻ വേണ്ടി നോക്കണം. നല്ല തിയേറ്റർ ചൂസ് ചെയ്യണം. പടം അടിപൊളിയാണ്. ഫാമിലി ആയിട്ടൊക്കെ പോയി കാണും. പിള്ളേരെയൊക്കെ കൊണ്ട് കാണിക്കും. അടിപൊളിയാണ്. ഫിലിം കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി ഫിലിമാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കണം. അടിപൊളി 3D എഫക്റ്റുള്ള അടിപൊളി തിയേറ്ററിൽ തന്നെ നിങ്ങളെല്ലാവരും കൊണ്ട് കാണിക്കണമെന്ന് ഞാൻ പറയുകയാണ്. പടം കുറച്ച് ഇമോഷണൽ ഫിലിമാണ്. ഇതെനിക്ക് തുറക്ക് ഇമോഷണലായിട്ടുള്ള ഇതാണ് പടം. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ ഞാൻ പറയുകയാണ്. അല്ലേ ഞാൻ? പക്ഷെ ഒരു കാര്യമാണ്, സ്പൈഡർമാൻ വിൽ റിട്ടേൺ കേട്ടാ. സ്പൈഡർമാൻ വിൽ റിട്ടേൺ ഉണ്ട് എന്ന് വെച്ചാൽ സ്പൈഡർമാൻ റിട്ടേൺസ് ഉണ്ട്. പിന്നെ നമുക്ക് സ്പൈഡർമാന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല മഴയൊക്കെ ആയിരുന്നു പുറത്ത്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.